കാൽമുട്ടിലെ നീർക്കെട്ടും വേദനയും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ പാലുവെള്ളി എന്നറിയപ്പെടുന്ന കൈവെള്ളയിൽ കാണുന്ന ഈ ഔഷധ സസ്യം കൈവിട്ട് കളയണ്ട. കാൽമുട്ടിലെയും മറ്റു ശരീരഭാഗങ്ങളിലെയും നീർക്കെട്ടിനെ വലിച്ചു കളയാനുള്ള പാലുവെള്ളിയുടെ സവിശേഷമായ കഴിവിനെയാണ് മറ്റുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നും പാലുവെള്ളിയെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ സ്ഥലത്തിൻ്റെയും മണ്ണിൻ്റെ വളക്കൂറും മറ്റു സാഹചര്യങ്ങളെയും ആശ്രയിച്ച് ഇതിൻ്റെ ഇലകളും തണ്ടും ചെറുതായും വലുതായും കാണപ്പെടാറുണ്ട്. ഈ പാലുവെള്ളിയുമായി സാമ്യതയുള്ള ഒരുപാട് ഇലച്ചെടികൾ പ്രകൃതിയിലുണ്ട്. അതൊന്നും പറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പാലുവെള്ളിയുടേതായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് പാലുവെള്ളിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചറിയുന്നതിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇലയെടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പാല് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വള്ളിയുടെ ഭാഗത്തു നിന്നും ചെറിയ അളവിൽ പാല് വരുന്നുണ്ടാവും. മാത്രവുമല്ല, ഇത് ഞാൻ വേറൊരു മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളിൽ ഈ പ്ലാസ്റ്റിക്കും റബ്ബറും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ വള്ളി ഉപയോഗിച്ച് കൊട്ടയുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ വള്ളിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. 2 പിടി പാലുവെള്ളി, 1 പിടി ആര്യവേപ്പ്, 1 പിടി കൃഷ്ണതുളസി, 1 കഷ്ണം പച്ചമഞ്ഞളും ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വേദനയും നീരുമുള്ള ശരീരഭാഗങ്ങളിൽ പുരട്ടി 2 മണിക്കൂറിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുകയാണ് ചെയ്യേണ്ടത്. തുടർച്ചയായി ഇടവേളകളില്ലാതെ 5 ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഔഷധ സസ്യത്തിന് പാലുവെള്ളി എന്നുള്ള വിളിപ്പേര് കിട്ടാൻ കാരണം പശുക്കൾക്കും ആടിനും കൂടുതൽ പാൽ ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ ഔഷധ സസ്യം കൊടുക്കാറുണ്ട് എന്ന് പഴമയുള്ള ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാലുവെള്ളി എന്നറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം നിങ്ങളുടെ നാട്ടിൽ മറ്റേതെങ്കിലും പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിലേക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.